ഇതെല്ലാം ഞാൻ ഉപേക്ഷിക്കുക ഒരു പോയിന്റിലെത്തിയിട്ട്. കാരണം എനിക്ക് മനസ്സിലായി ഞാൻ പരാജയപ്പെട്ടു, ഇനി എനിക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല. എൻ്റെ അഹങ്കാരങ്ങളെല്ലാം തീർന്ന് ഞാൻ അവസാനം സൂയിസൈഡിലോട്ടൊക്കെ പോകുന്നു. സൂയിസൈഡ് ചെയ്യാൻ തീരുമാനത്തിലോട്ട് എത്തുന്നു. ഒരു 7 വട്ടം ശ്രമിക്കുന്നു. 7ാമത്തെ വട്ടം ഞാനൊരു ആലപ്പുഴ കായലിൻ്റെ സൈഡിൽ പോയിരിക്കുന്നു. കായലൊരു പുഴയുടെ തെറ്റിപ്പോയിരിക്കുന്നു. അവിടെ നിന്നാണ് എനിക്ക് ഈ വിളി വരുന്നത്. എനിക്ക് ഒന്നുമില്ലാത്ത പോയിന്റിൽ ഞാൻ നിൽക്കുന്നത്. എനിക്ക് ആരുമില്ല. ഇവർക്കെല്ലാം എല്ലാവരും ഉണ്ട്. സഹായിക്കാനും സ്നേഹിക്കാനും സപ്പോർട്ട് ചെയ്യാനും എല്ലാം ഉണ്ട്. ഞാൻ വളരെ ചെറുപ്പം മുതൽ 6ാമത്തെ വയസ്സിൽ ജോലിക്ക് ഇറങ്ങിയാണ്. മനസ്സിലാക്കണം, 6 വയസ്സുള്ളൊരു കുഞ്ഞിനെ എടുക്കാൻ പറ്റുന്ന ജോലി എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളികളുടെ മുന്നിൽ പോയിരുന്ന മെഴുകുതിരി വിൽക്കുക ആളുകൾക്ക്. ആ മെഴുകുതിരി വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് പഠിക്കാൻ പോവുക. 1ാം ക്ലാസ്സിലോട്ട് പോകുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ സ്വന്തമായി യൂണിഫോം വാങ്ങിച്ചിട്ട് പോകുന്നത്. അവിടെ മുതൽ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനം വരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇന്ന് വരെ എൻ്റെ പാരൻസ് എൻ്റെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വന്നിട്ടില്ല, എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, എൻ്റെ കൂടെ നിന്നിട്ടില്ല, എൻ്റെ ദുഃഖങ്ങളെ പറ്റി അന്വേഷിച്ചിട്ടില്ല, എന്നെ ഒന്ന് തലോടിയിട്ടില്ല, എൻ്റെ ദുഃഖങ്ങളെ പറ്റി അറിഞ്ഞിട്ടില്ല. ഞാൻ പ്രോപ്പറായിട്ട് ഒരു ക്രിസ്ത്യൻ ഫാമിലി ജനിച്ച് വളർന്നൊരു വ്യക്തിയാണ്. റോമൻ കാത്തലിക് ആയ ഒരു വ്യക്തിയാണ്. ഒരിക്കലും ശിവനെ പറ്റിയിട്ടോ കൃഷ്ണനെ പറ്റിയിട്ടോ യോഗകളെ പറ്റിയിട്ടോ ഗുരുക്കന്മാരെ പറ്റിയിട്ടോ എനിക്കൊരു അറിവില്ല. ഭഗവത്ഗീത രാമായണം പോലും ഞാൻ വായിച്ചിട്ടില്ല. എനിക്ക് അറിയില്ല ഇതിനെപ്പറ്റി. ഗുരു ഈശ്വരനാണ്. ഈശ്വരൻ്റെ കാൽപാദം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ കാൽ നമുക്ക് പിടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ സങ്കല്പമാണ് നമ്മൾ ഈ ഗുരുവിൻ്റെ കാൽപാദത്തിലോട്ട് നമ്മൾ കൊടുക്കുന്നത്. ആ ഗുരുവിൻ്റെ കാൽപാദത്തിൽ ഞാൻ കൊണ്ടുപോയി സാഷ്ടാംഗം പ്രണമിച്ച് കൊണ്ടുവച്ചത് എൻ്റെ ലൈഫാണ്. അവിടെ നിന്നാണ് ഇന്ന് ഞാൻ കാണുന്ന വ്യക്തിയായിട്ടിരിക്കുന്നത്. ആരും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാം. അപ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ വിഗ്രഹം എടുക്കും, ഞാൻ കിടക്കണേൻ്റെ അടുത്ത് കൊണ്ട് കിടത്തും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ കിടക്കും. നിൻ്റെ ഉള്ളിലുള്ള അതിനെ പ്രണയിച്ചാൽ തിരിച്ച് പ്രണയിക്കാതിരിക്കാൻ പറ്റില്ല. ഈശ്വരനെ നമ്മൾ പ്രണയിച്ചുകൊണ്ടിരുന്ന അൾട്ടിമേറ്റ് ഈശ്വരനോട് ഇരിക്കപ്പെടുത്തി ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മളൊന്നും ആഗ്രഹിക്കുന്നില്ല, നമ്മളൊന്നും പ്രാർത്ഥിക്കുന്നില്ല. പക്ഷെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, നമ്മൾ ഒരുപാട് കഷ്ടപ്പാടിലാണ് നിൽക്കുന്നത്. നമ്മുടെ കൂടെ വരും. റോമി, ഒറ്റപ്പെടലാണ് നമ്മളെ കണ്ടെത്താനുള്ള ഏകമാർഗം. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. സ്പിരിച്വാലിറ്റി ഞാൻ ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചതോ കണ്ടെത്തിയതോ ഒന്നുമല്ല പറഞ്ഞത്. ഞാൻ തൊട്ട് മുൻപ് വരെ നിന്ന മേഖല എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി മേഖലയാണ്. മില്യൺ കണക്കിന് വ്യൂസുള്ളൊരു അവതാരകനായിരുന്നു, ആങ്കറായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഞാൻ ഇതിലോട്ട് എത്തിയെന്ന് പറഞ്ഞാൽ ഞാനത് ഉപേക്ഷിച്ച് കളഞ്ഞവനാണ്. നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകളെ ക്ലിയർ ചെയ്യുന്ന, നമ്മുടെ മാനസികാവസ്ഥയെ ക്ലിയർ ചെയ്യുന്ന, നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസുകൾ ചേഞ്ച് ചെയ്യുന്ന, നമ്മുടെ ഫോക്കസിനെ കൂട്ടുന്ന ഒരു ടെക്നിക്കാണെന്ന് ഞാൻ ആദ്യമേ പറയുന്നു. ഈ ദൈവം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ കോൺഫിഡൻസാണ്. ഒരു ജോലി ചെയ്യുമ്പോൾ അതിനകത്ത് തെറ്റുകൾ വരാൻ സാധ്യത വളരെ കുറവാണ്. ശ്രദ്ധിച്ചോ, നമ്മൾ ഡിപ്രസ്ഡായിട്ടിരിക്കുമ്പോൾ, നമ്മൾ ടെൻഷനായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത്. നമ്മൾ വളരെ സന്തോഷമായിട്ട് നമ്മൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തെറ്റുകൾ പറ്റില്ല. മനുഷ്യനായിട്ട് നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് ദൈവികമായൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അലോ ചെയ്യാതെ, നമ്മുടെ എനർജി നമ്മൾ അലോ ചെയ്യാതെ ഒരിക്കലും നമുക്ക് നെഗറ്റീവ് എനർജികൾ നമ്മൾ കണക്റ്റ് ആവില്ല. ഒറ്റപ്പെട്ടോ, ഞാൻ ഇവിടെ വെച്ച് പറയുന്നു, ഒറ്റപ്പെട്ടോ നിങ്ങളുടെ കൂടെ ഈശ്വരനുണ്ടെന്ന് അർത്ഥം. നിങ്ങൾ തനിച്ചായോ നിങ്ങളുടെ കൂടെ ഈശ്വരനുണ്ടെന്ന് അർത്ഥം. നിങ്ങൾ കരയുന്നുണ്ടോ നിങ്ങളുടെ കൂടെ ഈശ്വരനുണ്ടെന്ന് അർത്ഥം. നിങ്ങൾ മരിക്കാനാണോ നിൽക്കുന്നത് നിങ്ങളുടെ കൂടെ ഈശ്വരനുണ്ട്. കാരണം എന്താ? ദുഷ്ടന്മാർ ഒരിക്കലും മരിക്കില്ല റോമി. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ മാനിഫെസ്റ്റേഷൻ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ട ഒരു കാര്യത്തിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, അതിനെ അത്രയും ഫീൽ ചെയ്യുക. നമുക്കതിനെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും മനസ്സിൽ കാണുന്നത്? അല്ലെങ്കിൽ നമുക്ക് സോളിനെ ഹാപ്പി ആക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഒരു ലക്ഷ്യം വേണ്ട എപ്പോഴും നമുക്കൊരു. എൻ്റെ ബോധത്തിൻ്റെ പരിണാമത്തെ പറ്റിയാണ് ഏതൊരു വ്യക്തി മെഡിറ്റേഷൻ ചെയ്യുന്നതും സാധന ചെയ്യുന്നതും. എൻ്റെ ബോധത്തെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ബ്രെയിൻ എക്സ്പാൻഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഓരോ ശ്വാസത്തിലും ഓരോ വർഷമാണ്. അതായത് ക്രിയായോഗ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഓരോ നട്ടലിലൂടെ സുഷ്മനയിലൂടെ എടുക്കുന്ന ഓരോ ശ്വാസവും ഓരോ വർഷത്തെ എക്സ്പാൻഷൻ സംഭവിക്കുന്നത്. ഞാൻ 100 ശ്വാസം എടുത്താൽ 100 വർഷത്തെ എക്സ്പാൻഷൻ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇരിക്കുന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കത്തിൽ നമ്മുടെ ബ്രെയിനും നമ്മുടെ ചിന്തകളും നമുക്ക് ഡെവലപ്പ് ആയിരിക്കുന്നത്. ഈ ബ്രെയിൻ എക്സ്പാൻഷനാണ് ഞാൻ എടുക്കുന്നത്. ഈ ബ്രെയിൻ എക്സ്പാൻഷൻ പ്രകൃതിയിലുള്ള യൂണിവേഴ്സിലുള്ള രഹസ്യങ്ങളെയും യൂണിവേഴ്സിലുള്ള എനർജീസിനെയും എല്ലാം നമ്മളിലോട്ട് വരാൻ തുടങ്ങും. നമ്മൾ അവരുമായിട്ട് കണക്റ്റ് ആവാൻ തുടങ്ങും. കണക്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ അത് വളരെ സീക്രട്ടാണ്. ചില കാര്യങ്ങളെ പറ്റി നമുക്ക് ധാരണ കിട്ടാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ചില ഉദ്യമങ്ങൾ വരും. ആ സമയത്ത് നമ്മൾ അങ്ങനെ ഒരു പോയിന്റ് ലെവലിലോട്ട് മാറിക്കഴിഞ്ഞാൽ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങൾ വരും. ആ ഉത്തരവാദിത്തങ്ങൾ പിന്നെ ഞാൻ ചെയ്യേണ്ടതായിട്ട് വരും. അതിനകത്തുനിന്ന് എൻ്റെ ആരോഗ്യത്തെ പറ്റിയോ എൻ്റെ സാമ്പത്തികത്തെ പറ്റിയോ എൻ്റെ ഒന്നിനെ പറ്റിയോ ഞാൻ കൺസേൺ ആയിട്ട് കാര്യമില്ല. അതെൻ്റെ ഉത്തരവാദിത്തം. ഞാൻ ചെയ്തേ പറ്റൂ. ഇത് എന്തുകൊണ്ട് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ സോൾ കമ്മ്യൂണിക്കേഷൻസ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെൻ്റെ ഉത്തരവാദിത്തമേ അല്ല. ആദ്യം മനസ്സിലാക്കണം ഞാൻ എന്തുകൊണ്ടത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രോപ്പറായിട്ട് ഒരു ക്രിസ്ത്യൻ ഫാമിലി ജനിച്ച് വളർന്നൊരു വ്യക്തിയാണ്. റോമൻ കാത്തലിക് ആയൊരു വ്യക്തിയാണ്. ഒരിക്കലും ശിവനെ പറ്റിയിട്ടോ
കൃഷ്ണനെ പറ്റിയിട്ടോ യോഗകളെ പറ്റിയിട്ടോ ഗുരുക്കന്മാരെ പറ്റിയിട്ടോ എനിക്കൊരു അറിവില്ല. ഭഗവത്ഗീത രാമായണം പോലും ഞാൻ വായിച്ചിട്ടില്ല, എനിക്ക് അറിയില്ല ഇതിനെപ്പറ്റി. ഒരു പൂജകൾ ഞാൻ കണ്ടിട്ടില്ല. ആകെ ഉള്ളത് 2-3 കൂട്ടുകാർ, ഹിന്ദു കൂട്ടുകാരുണ്ടായിരുന്നു. ഞാനൊരു ക്രിസ്ത്യൻ സ്കൂളിലും കൂടിയാണ് പഠിച്ചത്. അവിടെ നിന്ന് എൻ്റെ ജീവിതം ഇങ്ങനെയായി മാറിയത് വളരെ ചെറുപ്പത്തിലെ സ്പിരിച്വലാണ്. ഞാൻ സെമിനാറിലെല്ലാം പോകാൻ നിന്നതാണ്, സ്പിരിച്വൽ ലൈഫിലൂടെ തന്നെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു ഘട്ടം എത്തിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന, പ്രതീക്ഷിച്ചിരുന്ന എൻ്റെ സമ്പാദ്യങ്ങളും എൻ്റെ വണ്ടിയും എൻ്റെ കുറേ നമുക്ക് നമ്മുടേതായ കുറേ സാധനങ്ങൾ ഉണ്ടാവില്ല. കൂളിംഗ് ഗ്ലാസ്, നമ്മുടെ ബൈക്ക്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, ക്രെഡിറ്റ് കാർഡുകൾ, നമ്മുടെ കാമുകി തൊട്ടുള്ള ഒരുപാട് മെറ്റീരിയലായിട്ട് കുറേ സാധനത്തിൻ്റെ നടുക്ക് നമ്മൾ നിൽക്കുമ്പോഴാണല്ലോ നമ്മൾ വലിയ സംഭവം നമുക്ക് തോന്നുന്നത്. ഈ സാധനമെല്ലാം എനിക്കങ്ങ് നഷ്ടപ്പെട്ടു. എൻ്റെ ഈഗോയും എൻ്റെ അഹങ്കാരവും എല്ലാം എനിക്കങ്ങ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ലോകത്ത് ഞാൻ ഒറ്റയ്ക്കാണെന്ന്, ഞാൻ തനിച്ചാണെന്ന്. ആ തനിച്ചായി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മളിവിടെ ജീവിക്കാൻ യോഗ്യതയില്ലാന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും, ഇപ്പോൾ ചില മനുഷ്യർ അവരുടെ ജീവിതം തുടക്കം മുതൽ അവസാനം വരെ സ്ട്രഗിളിങ് ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ട് മറ്റുള്ള മനുഷ്യരിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും സന്തോഷവും സമാധാനവും ചില മനുഷ്യരെപ്പോഴും യുദ്ധം ചെയ്ത് വാങ്ങിക്കണം, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യണം. ഒരു കൂട്ടം മനുഷ്യർ ഇത് വളരെ ഈസി ആയിട്ട്, ആ മോനെ അച്ഛൻ സ്നേഹിക്കുന്നു, അമ്മ സ്നേഹിക്കുന്നു, കുടുംബക്കാർ സ്നേഹിക്കുന്നു, നാട്ടുകാർ സ്നേഹിക്കുന്നു. ഒരു സൈഡിൽ ഒരു മനുഷ്യരെ അച്ഛനും വേണ്ട, വീട്ടുകാർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, സഹോദരങ്ങൾക്കും വേണ്ട, ആർക്കും വേണ്ട. അവൻ എവിടെയോ ഒരു നശിച്ചവനായിട്ടോ കഴിവില്ലാത്തവനായിട്ടോ സ്കൂളിൽ പഠിക്കുമ്പോഴും കൂട്ടുകാരുടെ ഇടയിൽ മൊത്തം അങ്ങനെ കുറേ മനുഷ്യരുണ്ട് നമ്മുടെ ഇടയിൽ. ഒരാൾ പോലും ഒന്ന് തോളത്ത് തട്ടാനോ അല്ലെങ്കിൽ നീ കഴിവുണ്ടെന്ന് പറയാനോ ഇല്ലാത്ത കുറേ മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്, മറ്റേ മനുഷ്യർ ഒരു സൈഡിൽ. അങ്ങനെ എൻ്റെ അഹങ്കാരങ്ങളെല്ലാം തീർന്ന് ഞാൻ അവസാനം സൂയിസൈഡിലോട്ടൊക്കെ പോകുന്നു, സൂയിസൈഡ് ചെയ്യാൻ തീരുമാനത്തിലോട്ട് എത്തുന്നു. ഒരു 7 വട്ടം ശ്രമിക്കുന്നു. 7ാമത്തെ വട്ടം ഞാനൊരു ആലപ്പുഴ ഒരു കായലിൻ്റെ സൈഡിൽ പോയിരിക്കുന്നു, കായലൊരു പുഴയുടെ തെറ്റിപ്പോയിരിക്കുന്നു. അവിടെ നിന്നാണ് എനിക്ക് ഈ വിളി വരുന്നത്, കോളിംഗ് വരുന്നത്. ഓക്കെ, വരൂ എന്ന് പറഞ്ഞ് കോളിംഗ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ സമയത്ത് നമ്മൾ ഇത് അവേക്കനിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ സമയത്ത് നമുക്കിത് എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് അകലയിൽ നിന്നൊരു വിളിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴെല്ലാം ഞാൻ എനിക്ക് ചില കൂട്ടുകാരുണ്ട്, അവരോട് അല്ല ഞാൻ പറയുന്നുണ്ട്, എടാ എനിക്ക് സംതിങ് ഇങ്ങനെ ഒരു വിളി ഞാൻ കേൾക്കുന്നുണ്ട്, ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ വീട് പോയി, എൻ്റെ ക്രെഡിറ്റ് കാർഡ് പോയി, എൻ്റെ ബാങ്ക് അക്കൗണ്ട് പോയി, എൻ്റെ ജോലി പോയി. ഞാൻ നല്ല സ്ഥാപനത്തിൽ മാധ്യമ പ്രവർത്തനമായിട്ടിരുന്ന് മിനിമം അത്യാവശ്യം നല്ല സാലറിയിൽ, മികച്ച സാലറിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞങ്ങൾ. മിനിമം എനിക്കൊരു 1 lakhൻ്റെ അകത്ത് എനിക്ക് സാലറി ഉണ്ടായിരുന്നു. അത്രയും ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. ഇതെല്ലാം ഞാൻ ഉപേക്ഷിക്കുക ഒരു പോയിന്റിലെത്തിയിട്ട്. കാരണം എനിക്ക് മനസ്സിലായി ഞാൻ പരാജയപ്പെട്ടു. ഇനി എനിക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ യുദ്ധം ചെയ്യേണ്ടതിന് ഇനി എന്തിനു വേണ്ടിയിട്ടാണ്? പണത്തിന് വേണ്ടിയിട്ട്. ഈ പണം എനിക്കിനി എന്തിനാ? എനിക്ക് സന്തോഷങ്ങൾ കണ്ടെത്താൻ. എനിക്ക് സന്തോഷങ്ങൾ വേണമെങ്കിൽ എൻ്റെ കൂടെ സ്നേഹമുള്ള ആളുകൾ വേണം. ആ ആളുകൾ എൻ്റെ കൂടെ ഇല്ല. ഓക്കെ, അപ്പം ഞാനിനി എന്ത് ചെയ്യണം? ഇനി വണ്ടി, ആ വണ്ടി കൊണ്ട് എനിക്ക് ഒരു ഗുണമില്ല. കാരണം വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ 4 ചുമലുകളോടെ നമ്മൾ സംസാരിക്കുന്നത്. ഒരു നായുണ്ട് എൻ്റെ വീട്ടിൽ, വേറെ ആരും എനിക്കില്ല. അപ്പോൾ ഈ പോയിന്റ് എത്തുമ്പോൾ അതിലും ഏത് എസ്കേപ്പ് അടിക്കണേ. എസ്കേപ്പ് അടിച്ചാൽ ഈ വിഷയങ്ങളൊന്നുമില്ല, നമുക്ക് രക്ഷപ്പെട്ട് നമുക്ക് സിമ്പിളായിട്ട് പോവാം. മരിച്ചു കഴിഞ്ഞാൽ വേറെ വിഷയമില്ലല്ലോ. അങ്ങനെ എനിക്ക് ഈ മരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഒരു വിളി വരുന്നു, ഞാൻ ഇന്ത്യ മുഴുവനും കറങ്ങുക, ഇത് ആരാണ് എന്നെ വിളിക്കുന്നതെന്ന് വെച്ച്. അപ്പം അതിന് എന്നോട് സ്പിരിച്വാലിറ്റി കണക്റ്റായി. അതുവരെ ഞാൻ സ്പിരിച്വൽ ആണ്, പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ ശരിക്കും നമ്മളെന്താ ജീവിക്കുന്നത്? റിബലാവാ. ശരിക്കും നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ദൈവം നമ്മുടെ ശത്രുവാണല്ലോ ഓട്ടോമാറ്റിക്കായിട്ട്. പക്ഷേ ഇവിടെ എനിക്ക് ദൈവത്തോട് കൂടുതൽ സ്നേഹം തോന്നാം. കാരണം എവിടേക്കോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ എത്തൂല എന്നുള്ള ബോധം എനിക്ക് വരുന്നു. മൊത്തം കറങ്ങി അവസാനം ഞാൻ കന്യാകുമാരിയിലുള്ള എൻ്റെ ഗുരുവിനെ അടുത്ത് ഞാൻ എത്തുന്നു. ബ്രഹ്മാനന്ദഗിരിയാണ് ഗുരുവിൻ്റെ പേര്. അദ്ദേഹത്തിന് മുന്നിൽ പോകുന്നു. ഞാൻ അവിടെ ചെല്ലുന്നു, അദ്ദേഹം എന്നെ സ്വീകരിക്കുന്നു. ഞാൻ അവിടെ കുറേ നാൾ താമസിക്കുന്നു ആശ്രമത്തിൽ. അപ്പോൾ ഈ ആശ്രമം എന്താണെന്നോ ദീക്ഷ എന്താണെന്നോ ഒന്നും എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ മെഡിറ്റേഷൻ പഠിക്കുന്നു, ക്രിയായോഗകൾ പ്രാക്ടീസ് നേടുന്നു, ഗുരു ഉപദേശം തരുന്നു. കരച്ചിലും പിഴിച്ചിലും, ഇപ്പം ഇന്നിരിക്കുന്ന ഞാനല്ലത്. കരച്ചിലും പിഴിച്ചിലും തേങ്ങലും മോങ്ങലും ഒക്കെയാണ് അന്നത്തെ ലൈഫ് മൊത്തം. ഒരു മാധ്യമ പ്രവർത്തനം ആലോചിക്കണം ഞാൻ ആ സമയത്ത് മൊത്തം. അത് ഘോരമായിട്ട് കഥകൾ പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ ഒരു സൈഡ് ലൈഫാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ശോകമായിട്ടുള്ള ലൈഫ്. അവിടെ ചെല്ലുന്നു, ഗുരു ഉപദേശം തരുന്നു, അവിടെ നിന്ന് ഈ പറയുന്ന മെഡിറ്റേഷൻ സ്വീകരിക്കുന്നു. അന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഗുരുവിന് നമ്മൾ ദക്ഷിണ വെക്കണം. അന്ന് എൻ്റെ കയ്യിലുള്ളത് 500 രൂപയാണ്. ആ 500 രൂപ കന്യാകുമാരിയിലിരിക്കാം, ഞാൻ കൊച്ചിയിൽ നിന്ന് പോയിട്ട് കന്യാകുമാരിയിലിരിക്കാം. ഈ 500 രൂപ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി മരിക്കും, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യണം. എനിക്ക് വേറെ ഒന്നും ഡ്രഗ്സ് ഉപയോഗിച്ചാൽ മറ്റൊന്നും നശിച്ചു പോകാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് വേറെ ഒന്നും തോന്നുന്നില്ലാലോ അതിൻ്റെ അകത്ത്. ഞാൻ ദീക്ഷ വാങ്ങാൻ വേണ്ടി ഒരു 5 കൂട്ടം പഴങ്ങളും മുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ എൻ്റെ പൈസ ഇല്ല. കുഞ്ഞു പൈസ കുപ്പിച്ച് ആശ്രമത്തിൽ നിന്ന് ഇറങ്ങി പോകണമല്ലോ. നമുക്കറിയില്ലല്ലോ ഈ ആശ്രമ സെറ്റപ്പ് എന്താണെന്ന് നമുക്ക്. അങ്ങനെ ഞാൻ 100 രൂപ ഒളിപ്പിച്ച് വെക്കുക. അതായത് നമ്മൾ ഗുരുവിന് ദക്ഷിണ വെക്കണം. അത് എൻ്റെ കയ്യിൽ പൈസ ഇല്ല ദക്ഷിണ വെക്കാൻ വേണ്ടി. ഞാൻ
കൂടെ 2 പേരും കൂടി ഉണ്ട്. അപ്പം ഇവരുടെ മുന്നിൽ നമുക്ക് നാണക്കേടാണല്ലോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പഴങ്ങളും മുന്തിരിയൊക്കെ മോശമാണ്, പൈസ കുറഞ്ഞ സാധനം വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഇത് ഒളിപ്പിച്ച് 100 രൂപേൻ്റെ ഇടയിലോട്ട് കയറ്റി വെച്ചിട്ട് കൊണ്ട് വെക്കുന്ന സമയത്ത് എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം എനിക്കൊന്നുമില്ലാത്ത പോയിന്റിൽ ഞാൻ വന്ന് നിൽക്കുന്നത്. എനിക്ക് ആരുമില്ല, എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്, സഹായിക്കാനും സ്നേഹിക്കാനും സപ്പോർട്ട് ചെയ്യാനും എല്ലാം ഉണ്ട്. ഞാൻ വളരെ ചെറുപ്പം മുതൽ 6ാമത്തെ വയസ്സിൽ ജോലിക്ക് ഇറങ്ങിയവനാണ് ഞാൻ. മനസ്സിലാക്കണം, 6 വയസ്സുള്ള ഒരു കുഞ്ഞിനെ എടുക്കാൻ പറ്റുന്ന ജോലി എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളികളുടെ മുന്നിൽ പോയിരുന്ന് മെഴുകുതിരി വിൽക്കുക ആളുകൾക്ക്. ആ മെഴുകുതിരി വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് പഠിക്കാൻ പോവുക. 1ാം ക്ലാസ്സിൽ വിട്ട് പോകുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ സ്വന്തമായി യൂണിഫോം വാങ്ങിച്ചിട്ട് പോകുന്നത്. അവിടെ മുതൽ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനം വരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇന്ന് വരെ എൻ്റെ പാരൻസ് എൻ്റെ ഒരു പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വന്നിട്ടില്ല, എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, എൻ്റെ കൂടെ നിന്നിട്ടില്ല, എൻ്റെ ദുഃഖങ്ങളെ പറ്റി അന്വേഷിച്ചിട്ടില്ല, എന്നെ ഒന്ന് തലോടിയിട്ടില്ല, എൻ്റെ ദുഃഖങ്ങളെ പറ്റി അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും ഇടയിലൂടെ ഞാൻ കടന്നു വന്നത് മുഴുവനും സ്പിരിച്വാലിറ്റി ആയിരുന്നു. ജീസസ് ക്രൈസ്റ്റ് ആയിരുന്നു എൻ്റെ അൾട്ടിമേറ്റ്. മാതാവിൻ്റെ രൂപം എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. ഞാൻ അമ്മ 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 എന്ന് വിളിച്ചിരിക്കുന്നത് അതാണ് ഞാൻ പറയുന്നത്. തളർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് വരുന്നൊരു എനർജി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്പിരിച്വാലിറ്റിയാണ്. അത് അനുഭവത്തിലൂടെ വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഗുരുവിൻ്റെ മുന്നിൽ കൊണ്ട് വെക്കുന്ന സമയത്ത് ഞാൻ ഒരേ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, എന്നെ സ്വീകരിക്കണം. ഇതാണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത്, സറണ്ടറിങ് എന്ന് പറഞ്ഞത്. ഞാൻ എൻ്റെ ഗുരുവിൻ്റെ കാൽപാദത്തിൽ കൊണ്ട് എന്നെ സറണ്ടർ ചെയ്യാന്ന് പറയുന്നത് ഗുരുവിൻ്റെ കാൽപാദം ഈശ്വരനാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വിചാരിക്കും എന്ത് നമ്മൾ മനുഷ്യരുടെ കാൽപാദം തുറയുന്നത് അല്ല, ഗുരു ഈശ്വരനാണ്. ഈശ്വരൻ്റെ കാൽപാദം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ കാൽ നമുക്ക് പിടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ സങ്കല്പമാണ് നമ്മൾ ഈ ഗുരുവിൻ്റെ കാൽപാദത്തിലോട്ട് നമ്മൾ കൊടുക്കുന്നത്. ആ ഗുരുവിൻ്റെ കാൽപാദത്തിൽ ഞാൻ കൊണ്ട് ഈ സാഷ്ടാംഗം പ്രണമിച്ച് കൊണ്ടുവച്ചത് എൻ്റെ ലൈഫാണ്. അവിടെ നിന്നാണ് ഇന്ന് ഞാൻ കാണുന്ന വ്യക്തിയായിട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ലൈഫിൽ നടന്നത് എല്ലാം വിശ്വസിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളായിരുന്നു. ഞാൻ ഒരിക്കലും ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ വേണം, എനിക്ക് ഇങ്ങനെ വേണം, എനിക്ക് ആ സിദ്ധി വേണം. എപ്പോഴും നമ്മളൊരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ കുറേ ഫാൻറ്റസികൾ ഡെവലപ്പ് ആവും. നമുക്ക് ആ സിദ്ധി വേണം, ഈ സിദ്ധി വേണം, ഒന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എനിക്ക് മൊത്തം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം, ഇത്രേ ഉള്ളൂ. ഞാൻ ഇപ്പോഴാണെങ്കിലും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. എനിക്ക് വേറെ ഒന്നും വേണ്ട, ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കൂടെ എപ്പോഴും വേണം. എനിക്ക് എപ്പോഴും സ്നേഹിക്കാൻ ഒരാൾ വേണം. എനിക്ക് എപ്പോഴും എൻ്റെ സങ്കടങ്ങൾ പോലും ഞാൻ പറയില്ല. പക്ഷേ എനിക്ക് സ്നേഹം വരുമ്പോൾ സ്നേഹിക്കാൻ ഒരു ദൈവം എൻ്റെ കൂടെ, ആ ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് എൻ്റെ കൂടെ വേണം എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഫോട്ടോ ഉണ്ടാവും, കൃഷ്ണൻ്റെ ഫോട്ടോ ഉണ്ടാവും. രാത്രി സമയത്ത് നമ്മളിങ്ങനെ ഇപ്പം പറഞ്ഞപ്പോൾ മനസ്സിലായാലും ഒറ്റയ്ക്കുള്ള ലൈഫാണെന്ന്. ഈ ഒറ്റയ്ക്കുള്ള ലൈഫിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പാനിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ ആരുമില്ല. നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം, കാരണം ഞാൻ ആ സമയത്ത് നല്ലൊരു സെലിബ്രിറ്റി ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് വേണമെങ്കിൽ കുറച്ച് പുറത്തേക്ക് ഇറങ്ങി ഒരു 10 യോയോ ഫ്രണ്ട്സിനെ ഒപ്പിച്ചിട്ട് കറങ്ങി അടിച്ചടക്കാം. ആ മാനസികാവസ്ഥ എനിക്കില്ല, കാരണം ഇതെല്ലാം ഫേക്കാണ്, ഇതൊന്നും നമ്മളോട് അറ്റാച്ച്മെൻ്റ് അല്ലാത്ത ആൾക്കാരെന്ന് മനസ്സിലാക്കി തുടങ്ങി. പക്ഷേ നമുക്ക് അപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടാവും, ഒരു മാതൃത്വ സ്നേഹം, ഒരു അമ്മ കൂടെ ഉണ്ടാവണം, നമ്മുടെ കാര്യങ്ങൾ നോക്കണം. ആ നിമിഷം നമുക്കത് ആരും ഇല്ല, ആ സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാം. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ വിഗ്രഹം എടുക്കും, ഞാൻ കിടക്കണം എൻ്റെ അടുത്ത് കൊണ്ട് കിടത്തും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ കിടക്കും. ഇത് പറയുമ്പോൾ എത്രത്തോളം ആണെന്ന് പറഞ്ഞാൽ പോലും ആ കണ്ടീഷൻ എന്ന് പറയുന്നത് എനിക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നാണ് എനിക്ക് ആ കണക്ഷൻ വരുന്നത്. പ്രണയിക്കൂ എന്ന് പറയുന്നത്, അതായത് നീ നിൻ്റെ ജീസസ് ക്രൈസ്റ്റിനെ പ്രണയിക്കൂ, മാതാവിനെ പ്രണയിക്കൂ, അത് നീയാണ്. നിൻ്റെ ഉള്ളിലുള്ള അതിനെ പ്രണയിച്ചാൽ തിരിച്ച് പ്രണയിക്കാതിരിക്കാൻ പറ്റില്ല. ഭക്തി കള്ളത്തരമാണ്, ഭക്തി കൊണ്ടാൽ തിരിച്ച് ഭക്തി കിട്ടില്ല. എന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ റോഷിനെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുക. റോഷിനെ എത്ര വട്ടം എന്നെ തട്ടിക്കളയാൻ പറ്റും? ഒരു ടെക്നിക്കല്ലേ, റോഷിനെ എന്നെ സ്നേഹിച്ചേ പറ്റൂ. ഇന്നല്ലയോ നാളെയല്ലോ ഒരു വർഷം കഴിഞ്ഞാലും റോഷിനെ എന്നെ സ്നേഹിച്ചേ പറ്റൂ. ഇത് തന്നെയാണ് ഈശ്വരൻ. ഈശ്വരനെ നമ്മൾ പ്രണയിച്ചുകൊണ്ടിരുന്ന അൾട്ടിമേറ്റ് ഈശ്വരനോട് ഇരിക്കപ്പെടുത്തി ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മളൊന്നും ആഗ്രഹിക്കുന്നില്ല, നമ്മളൊന്നും പ്രാർത്ഥിക്കുന്നില്ല. പക്ഷെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് കഷ്ടപ്പാടിലാണ് നിൽക്കുന്നത്. നമ്മുടെ കൂടെ വരും, സപ്പോർട്ട് ചെയ്യും, കൂടെ ഇരിക്കും. ഭക്ഷണം വേണോ കൊണ്ടുതരും. അതായത് എൻ്റെ ലൈഫിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥ എനിക്ക് വന്ന, അതായത് ഒരു കൂട് പാർലേജിയുടെ ബിസ്ക്കറ്റ് വാങ്ങുന്നു. എൻ്റെ വീട്ടിൽ പുറത്തുനിന്ന് വരുന്ന കുറച്ച് പട്ടികളുണ്ട്. ഇവരാണ് എൻ്റെ കൂട്ടുകാർ എപ്പോഴും. ഈ പുറത്തുനിന്ന് വരുന്ന പട്ടികളും ഒരു കൂട് പാർലേജി ബിസ്ക്കറ്റ്, അത് ചിലപ്പോൾ കഷ്ടകാലം വന്ന് കയറുമ്പോൾ വീട്ടിൽ എന്തെങ്കിലും കൊടുത്ത് പണയം വെച്ചിട്ടായിരിക്കും. അതായത് ചിലപ്പോൾ ഞാനൊക്കെ നിലവിളക്ക് കൊണ്ടുപോയി വിറ്റിട്ടുണ്ട്. വിശന്നിട്ടാണെന്ന് ആലോചിക്കണം നമ്മൾ അതൊക്കെ ചെയ്യുന്നത് ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഈ പട്ടികളും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കും. അതുങ്ങൾക്കും കൊടുക്കും, ഞാനും കഴിക്കും. ഒരു കൂടി പാർലേജി ബിസ്ക്കറ്റ് ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ അവിടെയും ഞാൻ എൻ്റെ ഈശ്വരനെ കൈവിട്ടില്ല. കാരണം എന്താ, ഇതല്ല ഞാൻ, ഈ അനുഭവിക്കുന്നത് ഞാനല്ല, അന്ന് അനുഭവിച്ച ആ ഒരു സെലിബ്രിറ്റി ലൈഫ് ഞാനല്ല എന്നുള്ളൊരു ബോധം എനിക്ക് വന്നു. ഞാൻ എന്ന് പറയുന്നത് അതാണ്, ആ ആനന്ദമാണ്. ഈ ദുരിതത്തിലും ഈ കഷ്ടപ്പാടിലും എൻ്റെ ക്രെഡിറ്റ് കാർഡുകളും ബാങ്കുകളും എല്ലാം ക്ലോസ് ആയിപ്പോയി. ഇപ്പോഴെല്ലാം ഞാൻ സന്തോഷമാണ്, എനിക്ക് ഭയങ്കര ആനന്ദമാണ്. എന്ന് പറഞ്ഞാൽ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല, ഇതൊന്നും എൻ്റെ പ്രശ്നമല്ല. നഷ്ടപ്പെട്ടു പോയോ? ഓ പോയി. ഇല്ലാണ്ടായി പോയോ? ഓ പോയി. റോമി
ഒറ്റപ്പെടലാണ് നമ്മളെ കണ്ടെത്താനുള്ള ഏകമാർഗം. അല്ല അത് ചോദിക്കാൻ വരുമായിരുന്നു, ശരിക്കും അതല്ലേ ഏറ്റവും നല്ലത്? ഒറ്റപ്പെടലാണ്, പക്ഷെ അതിനെ ആ സമയത്തെ മറികടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒറ്റപ്പെട്ടോ, ഞാൻ ഇവിടെ വെച്ച് പറയുന്നു, ഒറ്റപ്പെട്ടോ നിങ്ങളുടെ കൂടെ ഈശ്വരനുണ്ടെന്ന് അർത്ഥം. നിങ്ങൾ തനിച്ചായോ, നിങ്ങളുടെ കൂടെ ഈശ്വരനുണ്ടെന്ന് അർത്ഥം. നിങ്ങൾ കരയുന്നുണ്ടോ, നിങ്ങളുടെ കൂടെ ഈശ്വരനുണ്ടെന്ന് അർത്ഥം. നിങ്ങൾ മരിക്കാനാണോ നിൽക്കുന്നത്, നിങ്ങളുടെ കൂടെ ഈശ്വരനുണ്ട്. കാരണം എന്താ, ദുഷ്ടന്മാർ ഒരിക്കലും മരിക്കില്ല റോമി. ഒരിക്കലും അവർ മരണത്തെപ്പറ്റി ചിന്തിക്കില്ല, അവരൊരിക്കലും സങ്കടങ്ങളെ പറ്റി ചിന്തിക്കില്ല. ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടാവണമെങ്കിൽ ഈശ്വരനെ അറിയാൻ നമുക്ക് പറ്റണം. ഈശ്വരനെ നമുക്ക് അറിയാൻ പറ്റണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ കൂടിയ അളവിലുള്ള ഒരു ഫ്രീക്വൻസി വർക്കൗട്ട് ആവണം. ആ കൂടിയ അളവിലുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത്, സന്തോഷം എന്ന് പറയുന്നത് കൂടിയ അളവിലുള്ള ഫ്രീക്വൻസി അല്ല, ദുഃഖമാണ് നമ്മുടെ ഉള്ളിലെ കൂടിയ അളവിലുള്ള ഫ്രീക്വൻസി. ദുഃഖിക്കുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ സെൻസുകളും, നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ആക്റ്റീവ് ആവുന്ന സമയം. ആ സമയത്ത് നമുക്ക് ഈശ്വരനെ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണ് സ്പിരിച്വാലിറ്റിയിലൂടെ കടന്നു പോകുന്ന എല്ലാ മനുഷ്യരും ദുഃഖത്തിലൂടെ കടന്നു പോകുന്നത്. വിരഹവേദനയാണ് അവർക്ക്. കാരണം എൻ്റെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ ചൈതന്യത്തെ തിരിച്ചെടുക്കാനും തിരിച്ച് വിളിക്കാനുമുള്ള വിരഹവേദനയിലാണ് ഞാനിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? അതാണ് റിയാലിറ്റി. ഒറ്റപ്പെട്ടു ഒരു തളരേ വേണ്ട. നിങ്ങൾ ഭക്തിപരമായിട്ട് നിങ്ങൾ ഈശ്വരവിശ്വാസമായിട്ട് വിട്ടുപോക്കോ. ആ ഈശ്വരവിശ്വാസം പോലും വേണ്ട, നിങ്ങൾ പ്രണയിച്ചാൽ മതി. പ്രണയിച്ചു കഴിഞ്ഞാൽ ആ സത്വം, ആ എനർജി നമ്മുടെ കൂടെ വരും, കൂടെ ഇരിക്കും. നിങ്ങൾക്ക് വേണ്ടത് എന്താണോ, നിങ്ങളൊരു മകനെപ്പോലെ ഒരു മകളെപ്പോലെ തലോടും. ഒരിക്കലും ചതിക്കില്ല, ഒരിക്കലും ചതിക്കില്ല. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് സ്പിരിച്വാലിറ്റി. ഞാൻ ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചതോ കണ്ടെത്തിയതോ ഒന്നുമല്ല പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു ക്രിസ്ത്യനാണെന്ന് പറയാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ജാതി പറഞ്ഞതല്ല, ഇതിനെപ്പറ്റി എനിക്ക് അറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, ഞാൻ ഇരുന്ന് പറയുന്നതോ സംസാരിക്കുന്നതോ ഒന്നും ഞാനല്ല, എനിക്കിതിനെപ്പറ്റി അറിയില്ല. ഈ യൂണിവേഴ്സായിട്ട് ലോയകളെ പറ്റിയിട്ടോ ഈ എനർജികളെ പറ്റിയിട്ടോ ഒന്നിനെ പറ്റിയിട്ട് എനിക്ക് അറിയില്ല. പിന്നീട് എനിക്ക് മനസ്സിലാവും. ഒന്ന് ആലോചിച്ച് നോക്കൂ, എൻ്റെ ഇതുവരെയുള്ള ലൈഫിൽ ഞാൻ മിനിമം ഒരു 400-450 സൂയിസൈഡ് മരിക്കാൻ നിന്ന ആളുകളെ പുറത്തോട്ട് കടത്താൻ എനിക്ക് പറ്റി. ഒരുപാട് മനുഷ്യർക്ക് അവർക്ക് ജീവിതം കാണിച്ചു കൊടുക്കാൻ പറ്റി. ഇതൊന്നും എൻ്റെ കഴിവല്ല, എനിക്കിങ്ങനെ ചെയ്യാൻ അറിയില്ല. ഞാൻ പഠിച്ചതല്ല, ഞാൻ ചെയ്തതല്ല, ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചല്ല ഈ ജോലിയിൽ വന്നിരിക്കുന്നത്. എനിക്ക് ഇപ്പോൾ ഈ ഗിമ്മിക്കുകൾ, ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ കാണുമ്പോൾ ആൾക്കാർ ഗിമ്മിക്കാണെന്ന് അല്ല, ഞാൻ എന്നെ കണ്ടെത്തിയതാ. ഞാൻ ഒരിക്കലും പണം വാങ്ങിച്ചിട്ടല്ല അത് ചെയ്യുന്നത്, സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് മനുഷ്യർക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതെൻ്റെ ഉത്തരവാദിത്തമാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ എനിക്ക് ഞാൻ തൊട്ട് മുൻപ് വരെ നിന്ന മേഖല എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി മേഖലയാണ്. മില്യൺ കണക്കിന് വ്യൂസുള്ള ഒരു അവതാരകനായിരുന്നു, ആങ്കറായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഞാൻ ഇതിലോട്ട് എത്തിയെന്ന് പറഞ്ഞാൽ ഞാനത് ഉപേക്ഷിച്ച് കളഞ്ഞവനാ. കാരണം അത് എൻ്റെ തലയിലേക്ക് കനം വന്നു തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? മറ്റുള്ളവർ എന്നെ കാണുന്നു, എന്നെ ചിരിക്കുന്നു, എൻ്റെ കൂടെ സെൽഫി എടുക്കുന്നു. ഞാൻ എന്തോ സെറ്റപ്പാണ്. എൻ്റെ ഇൻ്റർവ്യൂ കാണാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട്. ഈ ബോധം എനിക്ക് വന്നു തുടങ്ങിയപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയാമോ? എനിക്കൊരു അഹങ്കാരം വന്നു തുടങ്ങി. നീ എന്താണ് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത്, നീ എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നത്, എൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് വർക്കൗട്ട് ചെയ്ത് തുടങ്ങി. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, റോജി ഇത് മോശമാണ്. ദൈവം ഈശ്വരൻ തന്ന നിന്റെ അനുഗ്രഹത്തെ നീ അഹങ്കാരമായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നീ താഴെ വീഴും. എമർജൻസി ആയിട്ട് ഒന്നുകിൽ ജോലി നിർത്തിക്കോ, അല്ലെങ്കിൽ തിരിച്ച് പോരെ എന്നുള്ള എൻ്റെ ബോധം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അതിൽ ഞാൻ ആനന്ദിക്കുന്നു. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അല്ലെങ്കിൽ എന്നെ ആളുകൾ തിരിച്ചറിയുന്നതിന് ആനന്ദിക്കുന്നു. അത് കളഞ്ഞിട്ട് വന്നവനാ. വന്ന് നിന്നപ്പോൾ ഇതൊന്നും എൻ്റെ പ്ലാനിങ് അല്ല, ഇപ്പം നടക്കുന്നതോ കാണുന്നതോ ഒന്നും എൻ്റെ പ്ലാനിങ് അല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന, എനിക്ക് ഗിമ്മിക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. റോമി, നമുക്ക് എത്ര നാൾ ആളുകളെ പറ്റിക്കാൻ പറ്റും? ഞാനിവിടെ തന്നെയല്ലേ ജീവിക്കുന്നത്. എനിക്ക് ഒരുപാട് ആളുകളെ പറ്റിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് നമ്മളെ കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഉള്ളിൽ വേദനിക്കുന്ന, നമ്മുടെ ഉള്ളിൽ സങ്കടപ്പെടുന്ന, കരയുന്ന, ഒരു ആശ്വാസം കിട്ടാത്ത ഒരാൾ നമ്മുടെ ഉള്ളിലുണ്ട്. റോമി, നമ്മളില്ലെങ്കിൽ ഒന്നുമില്ല കേട്ടോ. അതെ, അൾട്ടിമേറ്റ് നമ്മൾ പറയുമ്പോൾ നമുക്ക് പറയാം, അച്ഛൻ, അമ്മ, ഭാര്യ, മക്കളൊക്കെ പറയാം. അവർ നമുക്കുണ്ടെങ്കിലും നമ്മൾ വേണം. മനസ്സിലായോ? നമ്മുടെ മാനസികാവസ്ഥയെ ചവിട്ടി അരയ്ക്കുന്ന, നമ്മുടെ ദുഃഖങ്ങളെ ചവിട്ടി അരയ്ക്കുന്ന 100 കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ടാണ് റോമി ഇന്നും ആളുകൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഓരോ കുടുംബത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നിത്യം കരയുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും നമുക്ക് കാണാൻ പറ്റും. അത് എന്തുകൊണ്ടാണ് അവർ കരയണമെന്ന് അറിയാമോ? അവരുടെ കണ്ണുനീര് കണ്ട് ആസ്വദിക്കുന്ന ആളുകൾ അവരുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ഇത്ര വർഷം ഒരാൾക്ക് കരയാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഇത്രയും വർഷം ഒരാൾക്ക് സങ്കടപ്പെടാൻ പറ്റുന്നത്? കൂടെയുള്ള ആളുകളല്ലാതെ ഹീൽ ചെയ്യണ്ടേ? കൂടെയുള്ള ആളുകളത് മാറ്റണ്ടേ? എന്തുകൊണ്ടാണ് മാറ്റാത്തത്? അവൻ കരയട്ടെ, നീ കരയടി എന്നാ പറയുന്നത്. നീ കരയി ഇത് കാണട്ടെ. കാരണം എന്താ? നീ കരഞ്ഞ് അവസാനം ഭർത്താവിന്റെ കാൽച്ചോട്ടിലൊന്ന് വീഴണം. ഇതല്ലേ ആറ്റിറ്റ്യൂഡ് പല വീടുകളിലും സംഭവിക്കുന്നത്. ഇത് ആലോചിച്ച് നോക്കൂ. നമ്മൾ അൾട്ടിമേറ്റ് ഇമ്പോർട്ടൻ്റാ. അപ്പോൾ നമ്മളിപ്പോൾ എത്രയൊക്കെ സ്പിരിച്വാലിറ്റിയെ പറ്റി പറഞ്ഞാലും നമ്മളുടെ ആൾക്കാർക്കുള്ളൊരു ബോധമുണ്ടെന്ന് വെച്ചാൽ നമ്മൾ സയൻസിനെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഈ സയൻസും സ്പിരിച്വാലിറ്റിയും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് പറയുമോ? സ്പിരിച്വാലിറ്റി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം.
എന്നിട്ടാണ് നമുക്ക് സയൻസിലോട്ട് പോകാൻ പറ്റുള്ളൂ. സ്പിരിച്വാലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കാണുന്ന ബിസിനസ് പരമായ സ്പിരിച്വാലിറ്റിനെ ആദ്യം മാറ്റി നിർത്തണം റോമി. മനസ്സിലാവുന്നുണ്ടോ? ഇവർ പറയുന്നത് ദൈവത്തെ പ്രാർത്ഥിച്ചാൽ ദൈവം ഇപ്പോൾ കൊണ്ടുതരും, ദൈവം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. അതല്ല. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകളെ ക്ലിയർ ചെയ്യുന്ന, നമ്മുടെ മാനസികാവസ്ഥനെ ക്ലിയർ ചെയ്യുന്ന, നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസുകൾ ചേഞ്ച് ചെയ്യുന്ന, നമ്മുടെ ഫോക്കസിനെ കൂട്ടുന്ന ഒരു ടെക്നിക്കാണെന്ന് ഞാൻ ആദ്യമേ പറയുന്നു. അപ്പോൾ ഇതിലോട്ട് നമുക്ക് എങ്ങനെ എത്താൻ പറ്റും? സ്പിരിച്വൽ ആവുക എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ ഒരു സ്ട്രോങ് ആയിട്ടൊരു ഒബ്ജക്റ്റ് എപ്പോഴും വേണം. ഈ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ ദൈവത്തെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്പിരിച്വാലിറ്റിയിൽ. ഈ ദൈവത്തെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ദൈവം വന്ന് നമ്മളെ സഹായിക്കുന്നതല്ല പറയുന്നത്. എപ്പോഴും നമുക്കൊരു ലക്ഷ്യം വേണം. ഓക്കെ, ഈ ലക്ഷ്യമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഈശ്വരൻ്റെ അനുഗ്രഹം, ഈശ്വരൻ്റെ അബണ്ടൻസ്, ആ ഒരു ബ്ലെസ്സിങ്, ഇതാണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തി സ്പിരിച്വൽ ആവുക എന്ന് പറയുന്നത്, ഇപ്പോൾ മെഡിറ്റേഷൻ ആയിട്ടെടുത്തോ, സ്പിരിച്വൽ വേ എന്ന് എടുത്തോ. ആദ്യം ഈ വ്യക്തി കൃത്യമായിട്ടിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നു. ഞാൻ പറയുന്ന പോലത്തെ ഫോക്കസും ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം ചെയ്ത് വരുന്നു. ശരിക്കും എന്താ സംഭവിക്കുന്നത് അവിടെ? സൈക്കോളജിക്കൽ എന്താ സംഭവിക്കുന്നത്? ആ വ്യക്തിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ വ്യക്തി ഡിസ്റ്റർബ്ഡാണ്, ആ വ്യക്തി സങ്കടത്തിലാണ്, ആ വ്യക്തി വേദനയിലാണ്. എന്നാൽ ആ വ്യക്തിക്ക് ഒരു സപ്പോർട്ട് വേണം. ആ സപ്പോർട്ടാണ് ഗുരു എന്ന് പറയുന്ന വ്യക്തി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അപ്പോൾ റോമിനെ ഉദാഹരണം എടുക്കാം. റോമിന് ഭയങ്കര ദുഃഖിച്ചും സങ്കടപ്പെട്ടും വേദനിച്ചിരിക്കുന്ന സമയത്ത് ഞാനൊരു മെഡിറ്റേഷൻ തരാം. ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് റോമിന് അത് ചെയ്യാൻ പറ്റില്ല. അസ്വസ്ഥതയ്ക്കും ബുദ്ധിമുട്ടുകളേക്കും കാര്യങ്ങളേക്കും. പക്ഷേ റോമിൻ സ്പിരിച്വാലിറ്റിയിലോട്ട് കണക്ട് ആവാനും ദുഃഖങ്ങൾ മാറാൻ വേണ്ടി കഷ്ടപ്പെട്ട് ചെയ്ത് ഞാൻ മോട്ടിവേഷൻ ഒന്ന് ചെയ്ത് ഒരു 28 ദിവസം കഴിയുമ്പോൾ റോമിന് എന്ത് പറ്റുമെന്ന് അറിയാമോ? 28 ദിവസത്തിനുള്ളിൽ റോമിന്, അതായത് മെഡിറ്റേഷൻ സമയം 1 മണിക്കൂറായിരിക്കും മെഡിറ്റേഷൻ സമയം. ഈ സമയത്ത് റോമിൻ്റെ സബ് കോൺഷ്യസിൽ ഇരിക്കുന്ന ഏറ്റവും കൂടിയ അളവിൽ ഫ്രീക്വൻസി ഉള്ള ഇമോഷൻസ് എന്താണോ അത് ട്രിഗർ ആവാൻ തുടങ്ങും. ആക്ടിവേറ്റ് ആയിട്ട് റോമിനെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങും. റോമിന് ഇരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, ദേഷ്യം വരുന്നു, ആകെ പ്രശ്നങ്ങൾ, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. 28 ദിവസം കടിച്ച് പിടിച്ച് ആ മെഡിറ്റേഷൻ ചെയ്തു. ശരിക്കും എന്താ സംഭവിച്ചത്? ആക്ച്വലി ഈ ഇമോഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റോമി ഇത്ര നാൾ അഭിനയിച്ചുകൊണ്ടിരുന്നത്. മെഡിറ്റേഷൻ സമയത്ത് നമ്മൾ ഇമോഷനെ വലിച്ചു വാരി പുറത്തേക്ക് കിട്ടും. അപ്പോൾ എന്ത് പറ്റി? സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ സഹായിക്കാൻ ഒരു ഇമാജിനേഷനിൽ നമ്മൾ വെച്ചിരിക്കുന്ന ദൈവം അവിടെ ഉണ്ട്. അപ്പം നമ്മൾ ഈ ദൈവമായിട്ട് കണക്ട് ചെയ്തു. ഈ ദൈവം എന്ന് പറയുന്നത് ആക്ച്വൽ നമ്മുടെ കോൺഫിഡൻസാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഉള്ളിലുള്ള ബോധമാണ് ദൈവം എന്ന് പറയുന്നത്. നമ്മുടെ കോൺഫിഡൻസ് ആണ് ദൈവം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഭയപ്പെട്ടിരുന്ന ഈ വിഷയങ്ങളുണ്ടല്ലോ, ഇത് വരാതിരിക്കാനാണല്ലോ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഈ വിഷയങ്ങൾ മെഡിറ്റേഷൻ സമയത്ത് വരെയും ചെയ്തു. ഇതിനെ നമ്മൾ തരണം ചെയ്തു. തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ദൈവം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനെ നമ്മൾ പിടിക്കുകയും ചെയ്തു. അപ്പോൾ എന്ത് പറ്റി? സൈക്കോളജിക്കലി നമ്മുടെ കോൺഫിഡൻസ് കൂടി. മറ്റേത് നമ്മൾ പേടിച്ചിരിക്കുകയായിരുന്നു. ഇതൊന്നും ഇപ്പോൾ ട്രോമ, സെക്ഷൽ അബ്യൂസ് ഭയങ്കര പ്രശ്നമാണ്. അതിന് സെക്ഷൽ അബ്യൂസിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ ഒരു കാരണവശാലും ഇത് ഓർക്കാൻ സമ്മതിക്കില്ല. ഇത് ഓർക്കാതിരിക്കുമ്പോൾ എന്ത് പറ്റും? സ്ട്രെസ്സാവും. അതായത് ഒരു പ്രവൃത്തി കാണുമ്പോഴോ ഒരു കാര്യം ചെയ്യുമ്പോഴോ നമുക്ക് ആ മെമ്മറി കയറുന്ന സമയത്ത് നമുക്ക് ആ കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ഒരു സൈഡിൽ പ്രശ്നങ്ങളാണ്, ഇറിറ്റേഷൻസും ദേഷ്യവും, മറ്റേ സൈഡിൽ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഡിറ്റേഷൻ സമയത്ത് 28 ദിവസത്തെ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രോമ എല്ലാം വന്ന് അയാൾ അന്ന് ചെയ്തതും പ്രവർത്തിച്ചതും പറഞ്ഞതും ദുഃഖങ്ങളും സങ്കടങ്ങളും മുഴുവനും വന്നിരുന്ന് കരഞ്ഞ് ഒരു നമ്മുടെ ബ്രെയിനെ സംബന്ധിച്ച് ഒരു ഓർമ്മകളെ എടുത്ത് കളയാൻ പറ്റില്ല. ആ മെമ്മറിയുടെ ഇമോഷൻസിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനേ പറ്റുള്ളൂ. ഇൻറ്റൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ട്രോമയുടെ ഫ്രീക്വൻസി നമ്മളോട് കണക്റ്റ് ആവില്ല. ഇൻറ്റൻസിറ്റി കുറഞ്ഞ കാര്യങ്ങളെ ഓർത്തെടുക്കാൻ നമുക്ക് പറ്റില്ല. ഏറ്റവും കൂടിയുള്ള ഇൻറ്റൻസിറ്റി ഉള്ളത് എന്താണോ അതേ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രോമ ബാധിച്ച ഒരു വ്യക്തി മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ആ ട്രോമയുടെ ഇൻറ്റൻസിറ്റി കുറയുകയും ചെയ്യും, പോസിറ്റീവായ കാര്യങ്ങളുടെ ഇൻറ്റൻസിറ്റി കൂടുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ജോലി വേണം, പൈസ വേണം, മുന്നോട്ട് പോകണം, നമുക്ക് സ്പിരിച്വലായിട്ട് ഉയരണം, പോസിറ്റീവായ എനർജി ഉണ്ടാക്കണം. ഇതൊക്കെ ആയിരിക്കും ആ വ്യക്തിയുടെ മനസ്സിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസം 2 മാസം ആകുമ്പോഴേക്കും ഈ സാധനം കുറയും. അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ നെഗറ്റീവായിട്ട് ആദ്യം നമ്മൾ 10 മിനിറ്റ് കണ്ണടച്ച് ആദ്യം നമുക്ക് വരുന്ന പോസിറ്റിവിറ്റി അല്ല, കട്ട നെഗറ്റീവായിരിക്കും നമുക്ക് വരുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് മുഴുവനും ഈ ഇമോഷൻസിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ എന്താ? സൈക്കോളജിക്കൽ മാറ്റങ്ങൾ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ നെഗറ്റീവായ ചിന്തകളാണ് നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ലാത്ത ഹോർമോൺസ് മുഴുവനും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഹോർമോൺസ് മുഴുവനും പോയിട്ട് ഡംപ് ആവുന്നത് നമ്മുടെ ജോയിൻറ്റുകളിലാണ്, സ്റ്റൊമക്കിൽ,
ജോയിന്റുകളിൽ കഴുത്തിൻ്റെ ഭാഗങ്ങളിലെല്ലാം വന്ന് ഡംപാവുന്നത്. ഇപ്പം എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടുവേദന, കഴുത്ത് വേദന, നടുവേദന, വയറ്, ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, മൈഗ്രെയിൻ, തലവേദന തുടങ്ങിയിട്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന 60% അസുഖങ്ങൾ സൈക്കോസൊമാറ്റിക് ഇഷ്യൂസാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിച്ചിരിക്കുന്ന നമ്മുടെ വേദനകളും പെയിനുകളും സങ്കടങ്ങളുമാണ് നമ്മുടെ ചിന്തകളായിട്ട് വന്നു. ആ ചിന്തകളിൽ നിന്ന് നമ്മുടെ ബോഡിയിലോട്ട് ആവശ്യമില്ലാത്ത ഹോർമോൺസ് മുഴുവനും പമ്പ് ചെയ്തു വയറിന് ശരീരത്തിന് മുഴുവനും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്താണ് മെഡിറ്റേഷൻ തുടങ്ങിയത്. മെഡിറ്റേഷൻ തുടങ്ങുമ്പോൾ എന്ത് പറ്റി? ചിന്തകൾ ഉൾട്ടയടിച്ചു, പോസിറ്റിവിറ്റിയിലോട്ട് കൺവേർട്ടായി, മറ്റേ ട്രോമകളുടെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു. ഒരു ദിവസം കൊണ്ടല്ല. ആദ്യം മനസ്സിലാക്കിക്കോ, നിങ്ങൾ പോയിട്ട് ഒരു കൗൺസിലിംഗ് സെക്ഷൻ എടുക്കുകയോ ഒരു തെറാപ്പി ചെയ്താൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറില്ല. അതുകൊണ്ടാണ് ഇവിടെ എപ്പോഴും പ്രശ്നങ്ങൾ മാറാതെ ജീവിക്കുന്നത്. ഇത് നിരന്തരം പ്രാക്ടീസാണ്. നമ്മുടെ മാനസികാവസ്ഥയോട് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ചിലപ്പോൾ 1 മാസം 2 മാസം, അത് ഓരോ വ്യക്തികളുടെയും ഇൻറ്റൻസിറ്റി അനുസരിച്ചിരിക്കും ഇതിൻ്റെ അളവ്. അപ്പം എന്ന് പറഞ്ഞാൽ ഈ ഹോർമോൺസ് ചേഞ്ചായി, ഡോപ്പോമിൻ പോലെയുള്ള പോസിറ്റീവായ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം എന്ത് പറ്റി? നമ്മുടെ ശരീരത്തിലെ പെയിനുകളെല്ലാം റിലീസായി, തലവേദന പോയി, വയറുവേദന പോയി, നമ്മൾ കുറച്ചുകൂടി എനർജറ്റിക് ആയി. നമ്മുടെ ബോഡിയിലോട്ട് ബ്രീത്തിങ് എക്സസൈസ് അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബോഡിയിലോട്ട് ഓരോ സെല്ലുകളിലോട്ടും ഓക്സിജൻ സപ്ലൈ എത്തി തുടങ്ങി. മറ്റേത് നമ്മൾ വേണമെങ്കിൽ വലിച്ചു, ഇതാണ് നമ്മുടെ അവസ്ഥ. ശ്വാസം മറ്റേത് അങ്ങനെയല്ല, ഫോഴ്സ്ഫുൾ ബ്രീത്ത് ചെയ്തിരിക്കുക, എല്ലാ സെല്ലുകളിലോട്ടും പോയി. ഓക്സിജൻ്റെ അകത്ത് ഒരുപാട് മൂലങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം വലിയൊരു മാറ്റർ ആണല്ലേ ബ്രീത്തിങ്. ശ്വാസത്തിലൂടെയാണ് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ശ്വാസത്തിലാണ് പ്രാണന്റെ ഊർജ്ജം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ശ്വാസം വലിച്ച് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത്. അതിലെല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ഈ 28 ഇത്ര നാൾ കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഹോർമോൺ മുഴുവനും ചേഞ്ചായി. ഹോർമോൺ മുഴുവനും ചേഞ്ചായി കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കി, നമ്മുടെ ബോഡി ഹീലിങ്ങിലോട്ട് പോയി, നമ്മുടെ തലയ്ക്ക് വെളിവ് വന്നേ, നമ്മുടെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് നമുക്ക് ബോധം വന്നേ. സൈക്കോളജിയാണ് മാത്രം, സ്പിരിച്വാലിറ്റിയേ അല്ല പറയുന്നത്. ശരി, ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു, രണ്ടാമത്തെ കഴിഞ്ഞു, ഇനി മൂന്നാമത്തെ ഘട്ടം എന്താ? നമ്മളെവിടെ നിൽക്കണമെന്നുള്ള ബോധം നമുക്ക് വന്നു. ഇനി നമ്മൾ സട കൊടുത്ത് എഴുന്നേക്കും. കാരണം എന്താ പറയുമോ, അപ്പോഴാണ് നമുക്ക് മനസ്സിലായേ ഈ ആവശ്യമില്ലാത്ത സങ്കടങ്ങളും വിഷമങ്ങളും ഇമോഷനൊക്കെ എടുത്ത് ഡിപ്രഷൻ അടിച്ചിരുന്നപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ സമയത്തെ പറ്റിയിട്ടും നമ്മുടെ ആരോഗ്യത്തെ പറ്റിയിട്ടും എല്ലാം പറ്റിയും നമുക്ക് ബോധം വന്ന് അപ്പോഴാണ്. അടുത്ത നിമിഷം നമ്മൾ ഫാസ്റ്റായിട്ട് ഓടാൻ തുടങ്ങും. ഈ ഓടാനുള്ള ഊർജ്ജം നമ്മൾ ഈ മെഡിറ്റേഷനിലൂടെ നമ്മൾ തയ്യാറാക്കി എടുക്കും. മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവൻ്റെ ലക്ഷ്യത്തിലോട്ട് ഓടാൻ തുടങ്ങും. ആ ലക്ഷ്യത്തിലോട്ട് ഓടുന്ന സമയത്ത് ഇവൻ പോസിറ്റീവാണ്. ഇവൻ ഈ പോകുന്ന സമയത്ത് മുഴുവനും ഇവൻ്റെ കൂടെ ഉള്ള ആളുകൾക്കും പോസിറ്റിവിറ്റി വരും. വീട്ടിലോട്ട്, അവൻ്റെ പാരൻസിന്, പാർട്ട്ണർക്ക് എല്ലാവർക്കും ഒരു പോസിറ്റീവ് ഊർജ്ജം കൊടുത്തിട്ടായിരിക്കും പോകുന്നത്. ഇവൻ ഈ ഇത്രയും പ്രശ്നങ്ങളിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്ന ഒരുത്തനായതുകൊണ്ട് ഇനി ഇവൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കാണുന്ന ആളുകൾക്ക് മുഴുവൻ ഇവൻ മോട്ടിവേറ്റ് ആവാൻ തുടങ്ങും, മോട്ടിവേഷൻ കൊടുക്കാൻ തുടങ്ങും. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ സൈക്കോളജി പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിന് ശേഷമാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ വ്യക്തിക്ക് ഇനി തോന്നാം പോരാ, ഇപ്പൊ നമ്മുടെ മനസ്സിനെ ശരീരത്തിനെ ശുദ്ധമാക്കി നമ്മളൊരു പോസിറ്റീവ് ഊർജ്ജം തയ്യാറാക്കി. ഈ പോസിറ്റീവ് ഊർജ്ജത്തിൽ അടങ്ങിയിരിക്കുന്നതാണ് സാമ്പത്തികം, പ്രൊഫഷണൽ ലൈഫ്, നമ്മുടെ സെക്ഷുവാലിറ്റി, നമ്മുടെ സ്നേഹം, നമ്മുടെ എല്ലാം അടങ്ങിയിരിക്കുന്ന ഊർജ്ജം എന്ന് പറയുന്നത് പോസിറ്റീവ് ഊർജ്ജം. അപ്പോൾ ഈ പോസിറ്റീവ് ഊർജ്ജം ഡെയിലി പ്രാക്ടീസിലൂടെ നമ്മുടെ ബോഡിയിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് പോസിറ്റിവിറ്റിയാണ്, നെഗറ്റിവിറ്റി വന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നെഗറ്റീവാണ്, നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ബോധത്തിലോട്ട് നമ്മൾ എത്തും. മറ്റേത് അങ്ങനെയല്ല. മറ്റേത് നമുക്കൊരു നെഗറ്റീവായ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പം നമ്മുടെ കഴിഞ്ഞു പോയ കാലഘട്ടത്തെ നമ്മൾ ഓർക്കുന്നത്. കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ എന്നെ ഒരുത്തിന് ഇതുപോലെ ചീത്ത പറഞ്ഞു, ഇപ്പോൾ ഇതുപോലെ ഒരുത്തിന് എന്നെ ചീത്ത പറഞ്ഞു, ഇവനെ വിടണ്ട. കാരണം ഞാൻ ചീത്ത കേൾക്കാണ്ട് നടക്കുന്ന ഒരുത്തിനല്ലല്ലോ, അവനോട് തിരിച്ചൊന്ന് സംസാരിച്ചാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ റിവഞ്ച് അടിക്കും. അവസാനം അത് കൊളാവും. മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് അങ്ങനെയല്ല. അവന് മാനസികമായ പ്രശ്നമുള്ളവനാണ്. നമ്മൾ എന്തിനാ എൻ്റെ പുറകെ നടക്കാൻ വേണ്ടി നിൽക്കുന്നത്? നമ്മൾ നമ്മുടെ കാര്യം അന്വേഷിച്ച് നടക്കും. നമ്മൾ ഈ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിച്ച് നടന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഗതി പിടിക്കാത്തതെന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ എന്ത് പറ്റും? അടുത്ത ഘട്ടത്തിലാണ് ഈ പറഞ്ഞ സ്പിരിച്വാലിറ്റിയോട് കണക്ട് ആവുന്നത്. അപ്പോൾ നമുക്ക് തോന്നാം ഇല്ല, അടുത്ത തലത്തിലോട്ട് നമ്മുടെ ബോധത്തെ ഉണർത്തണം എന്ന് തോന്നുമ്പോൾ നമ്മൾ അടുത്ത നിമിഷം പോലെ ചക്രകൾ ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്ത് പറയുക, നമ്മുടെ ബോധത്തിന് പരിണാമം സംഭവിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധത്തിൽ പരിണാമം സംഭവിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആനന്ദം ഡെവലപ്പ് ആവാൻ തുടങ്ങും. മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആകെ ഒരു സാധനം ആനന്ദമാണ്. അപ്പോൾ റോമിനൊരു സംശയം ചോദിക്കാം, ഈ ആനന്ദം കടയിൽ കൊണ്ട് കൊടുത്ത അരി കിട്ടുമെന്ന്. ഒരുത്തൻ രാവിലെ തൊട്ട് മെഡിറ്റേഷൻ ചെയ്യുക, കണ്ണുകളടച്ചൊക്കെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്ത് ആനന്ദം ഡെവലപ്പ് ചെയ്തു. എന്നിട്ട് റോമി ആനന്ദമില്ലെങ്കിൽ ഒന്നുമില്ല. ആനന്ദമില്ലാത്തവരെ മരിക്കുന്നത്, ആനന്ദമില്ലാത്തവരെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്, ആനന്ദമില്ലാത്തവരാണ് വയലൻ്റ് ആവുന്നത്, ആനന്ദമില്ലാത്തവരാണ് ടെറർ ആവുന്നത്. ശരിയല്ലേ? അവൻ്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇതൊക്കെ ചെയ്യുമോ? ചെയ്യില്ല. അവൻ്റെ ഉള്ളിൽ സന്തോഷമില്ലാത്തതുകൊണ്ടും അവനെ മറ്റുള്ളവരെ വേദനിപ്പിച്ചു എന്നുള്ള അവൻ്റെ ബോധത്തിലാണ് അവൻ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഉള്ളിൽ റോമിൻ്റെ ഉള്ളിൽ ആനന്ദം ഉണ്ടെങ്കിൽ റോമിൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ സന്തോഷത്തിൽ ഇറങ്ങുന്നത്. ആ റോമിൻ്റെ മുന്നിലെ ചിരി കാണുമ്പോഴാണ് അച്ഛനമ്മയ്ക്ക് സന്തോഷമായോ?
പാർട്ട്ണർക്ക് സന്തോഷമായോ, കൂട്ടുകാരെ ഹാപ്പിയാണോ, ഓക്കെ. നമ്മൾ മുന്നോട്ട് പോകുന്ന നമ്മൾ ജോലി സ്ഥലത്ത് പോയി നമ്മൾ ഒരു ചെറിയ ജോലി ചെയ്യുക, നമ്മുടെ ഉള്ളിൽ ആനന്ദം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക. ആ ജോലിയിൽ സന്തോഷം ആഡ് ഓൺ ആവും. ആനന്ദം വെച്ച് നമ്മൾ ആ സന്തോഷത്തിലൂടെ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അതിനകത്ത് തെറ്റുകൾ വരാൻ സാധ്യത വളരെ കുറവാണ്. ശ്രദ്ധിച്ചോ, നമ്മൾ ഡിപ്രസ്ഡായിട്ടിരിക്കുമ്പോൾ, നമ്മൾ ടെൻഷനായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത്. നമ്മൾ വളരെ സന്തോഷമായിട്ട് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് തെറ്റുകൾ പറ്റില്ല. മനസ്സിലാവുന്നില്ല? ഈ ആനന്ദം ഉപയോഗിച്ച് വെറുതെ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന പ്രവർത്തികളിലോട്ട് നമ്മൾ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ റോമിൻ ആനന്ദത്തോടെ സന്തോഷത്തോടെ ഒരു കാര്യം ചെയ്താൽ അൾട്ടിമേറ്റ് ഞാൻ എഴുതി വെച്ചിടാം ലോകത്തിലെ ഏറ്റവും വലിയ സക്സസ്സിലോട്ട് എത്തും. തിരിച്ച് അത് വെറും ജോലിയായിട്ട് മാത്രം വരും. ഒരിക്കലും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവില്ല. അതാണ് അൾട്ടിമേറ്റ് ഇതിനോട് സംഭവിക്കുന്നത്. ഇതിൻ്റെ അടുത്ത ഘട്ടമാണ് സ്പിരിച്വാലിറ്റി. യഥാർത്ഥ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഈ പറഞ്ഞ യൂണിവേഴ്സൽ എനർജിയുമായിട്ട് കണക്ട് ആവുന്നു. നമ്മൾ ഈ പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് എനർജീസ് എന്തായാലും. അപ്പോൾ ഈ പ്രേതബാധ പിടിക്കുക അല്ലെങ്കിൽ ബാധ കാര്യങ്ങൾ ഇതൊക്കെ സത്യമാണെന്ന് വെച്ചാൽ വിശ്വസിക്കേണ്ടി വരും. സത്യമായിരിക്കാം. പക്ഷെ അതിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? പ്രേതബാധയെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പണ്ട് പറയാറില്ല നമ്മളിങ്ങനെ മരത്തിൽ തറച്ചു വെച്ചു, ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത് ആ ഒരു ഏരിയ? ഡെപ്തുള്ള വിഷയമാണ്. ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. ആദ്യം എന്താണ് പ്രേതം എന്ന് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്, ഉറപ്പാണല്ലോ. ഒരു സോളുണ്ട്. ഈ സോളിന് അതീന്ദ്രിയമായ ശക്തിയുണ്ട്. പറക്കാൻ പറ്റും, എനർജി ഉപയോഗിക്കാൻ പറ്റും, മറ്റു പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു അതീന്ദ്രിയമായ സോളാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. കാരണം ഈ സോളാണ് ഈശ്വരൻ എന്ന് പറയുന്നത്, ഈശ്വരന്റെ അംശം എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന സോളിന് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല? നമുക്കൊരു ശരീരമുണ്ട്. ഈ ശരീരം ഇമോഷൻ ബേസിൽ കൺട്രോൾഡാണ്. മനസ്സിലാവുന്നല്ലോ? അടുത്ത ഘട്ടത്തിലൂടെ നമുക്കിതിന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു സോളുമുണ്ട്, ഒരു ശരീരമുണ്ട്. എന്നാണോ നമ്മുടെ ശരീരം നഷ്ടപ്പെടുന്നത് അന്ന് ഈ സോള് മാത്രമായിട്ട് മാറും. ശരീരം പ്രോപ്പർ ലെവലിലല്ല നഷ്ടപ്പെട്ടതെങ്കിൽ, ശരീരം ഒരു സൂയിസൈഡിലോട്ടാണ്, ഒരു ദുർമരണമാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ശരീരം ഉപയോഗിച്ച് റോമിൻ ആവശ്യമില്ലാത്ത എനർജികളുമായിട്ട് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ, ദുർമന്ത്രവാദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ആന്റിക്രൈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ റോമിന്റെ ശരീരം നഷ്ടപ്പെടുകയും സോള് വളരെ നെഗറ്റീവായൊരു എനർജിയിൽ സ്റ്റേ ചെയ്യും, അവിടെ നിലനിൽക്കും. ഈ നിലനിൽക്കുന്ന ആ സോൾ ഉണ്ടല്ലോ, റോമിന്റെ സോൾ ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ പ്രേതം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അവിടെ ശരീരം ഉണ്ടായിരുന്നു, ഇവിടെ ശരീരമില്ല എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പ്രേതങ്ങളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഉള്ളിൽ സോളുണ്ട്. ആത്മാവ് എന്ന് പറയുന്നതിന് ഒന്നിന് ഈ പറയുന്ന നെഗറ്റീവായ സോൾ എന്ന് പറയുന്ന പ്രേതം എന്ന് പറയുന്നതിന് ശരീരമില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് മനസ്സിലായല്ലോ? ആ പോയിന്റ് മനസ്സിലായല്ലോ? ഇനി ഈ നെഗറ്റീവായ സോളുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. നെഗറ്റീവായ സോളുകൾക്ക് നിലനിൽക്കണമെങ്കിൽ പോസിറ്റീവായ എനർജിയുടെ ആവശ്യകത വളരെ കൂടുതലാണ്. ഓക്കെ, അതിന് ഈ സോളുകൾക്ക് നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുന്ന മനുഷ്യരിലോട്ട് കണക്റ്റ് ആവുകയോ അവരുടെ ശരീരത്തിലോട്ട് ആഹ്വാനം ചെയ്താൽ മാത്രമേ ഇവർക്ക് സോളുകൾക്ക് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അത് പോസിറ്റീവ് ആളുകളല്ല, നെഗറ്റീവായ ആളുകളല്ല, അങ്ങനെ തന്നെ. കാരണം ഏതൊരു മനുഷ്യരും എടുക്കുന്ന ബ്രീത്തിൽ പോസിറ്റീവായ ഊർജ്ജമുണ്ട്. ഒരിക്കലും സോളിന് ശ്വസിക്കാൻ സാധിക്കില്ല. ഓക്കെ, നമുക്ക് മാത്രമേ ശ്വസിക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ ശ്വസനം എന്ന് പറയുന്നത് ശ്വാസത്തിലാണ് പ്രാണോർജം നിലനിൽക്കുന്നത്, പോസിറ്റീവ് ഊർജ്ജം നിലനിൽക്കുന്നത്. ഈ ഊർജ്ജം ശ്വസിക്കുന്ന ശരീരം ഏതാണോ ആ ശരീരത്തിനോട് ചേർന്നിരുന്നാൽ മാത്രമാണ് ഈ സോളിന് നിലനിൽപ്പുള്ളൂ. അല്ലെങ്കിൽ സോളിൽ നിലനിൽക്കാൻ പറ്റില്ല, ഭയങ്കര പ്രശ്നമായിരിക്കും സോളിന്. അപ്പോൾ ഈ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ റോമിൻ എന്ന് പറയുന്ന വ്യക്തിയിലോട്ട് ഒരു നെഗറ്റീവ് സോള് വന്ന് അട്രാക്ട് ചെയ്യണമെങ്കിൽ റോമിനെ ചില കുഴിയിൽ കൊണ്ട് ചാടിച്ചാൽ മാത്രമേ റോമിനോട്ട് ആഡ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ, വന്ന് കൂടാൻ പറ്റുള്ളൂ. ആ നെഗറ്റീവായ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ദുർമന്ത്രവാദങ്ങൾ ചെയ്ത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് സോളുകൾക്ക് വേണ്ടിയിട്ട് റോമിന്റെ ശരീരം ബലി കൊടുക്കണം. ബലി കൊടുക്കാന്ന് പറഞ്ഞാൽ പെർമിഷൻ കൊടുക്കണം. അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ റോമിൻ ഒരു ദുർമന്ത്രവാദമോ ഒരു മന്ത്രവാദം ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ചെന്നു വിചാരിക്കാം. അവർ പറയും, അവിടെ ഇരുന്നോളൂ, ഈ കാര്യങ്ങൾ കഴിച്ചോളൂ, ഈ സാധനങ്ങളൊക്കെ ചെയ്തോളൂ, എന്നിട്ട് ശരീരത്തിന് പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തേക്കൂ. അപ്പൊ റോമിൻ പറയും മൊത്തം വിട്ടുകൊടുത്തു, തീർന്നു. എന്താ കാര്യം അറിയാമോ? മനുഷ്യനായിട്ട് നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് ദൈവികമായൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അലോ ചെയ്യാതെ, നമ്മുടെ എനർജി നമ്മൾ അലോ ചെയ്യാതെ ഒരിക്കലും നമുക്ക് നെഗറ്റീവ് എനർജിയിൽ നമ്മൾ കണക്ട് ആവില്ല. നമുക്ക് കണക്ട് ആവണമെങ്കിൽ ഇപ്പൊ ഈശ്വരനാണെങ്കിലും ഭഗവാൻ ഈശ്വരൻ നീ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് കുമ്പിടുക എന്ന് പറയുന്നത് നമ്മൾ സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പെർമിഷൻ കൊടുക്കുക. കുമ്പിട്ടില്ലെങ്കിൽ വരില്ല, നമ്മൾ സറണ്ടർ ചെയ്ത് നമ്മളിലോട്ട് വരും. ഇത് തന്നെയാണ് നെഗറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ. നമ്മുടെ ശരീരത്തെ നമ്മൾ പെർമിറ്റ് ചെയ്യുക, പെർമിഷൻ കൊടുക്കുക. പെർമിഷൻ കൊടുക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ
അടുത്ത നിമിഷം നമ്മുടെ വാതിൽ ഓപ്പണായി, ചക്രകൾ മുഴുവൻ ഓപ്പണായി. അപ്പോൾ എന്താ പറ്റുന്നത്, ഈ നെഗറ്റീവ് എനർജികൾ നമ്മളോട്ട് കണക്ട് ആവാൻ തുടങ്ങും. പിന്നെ നമ്മുടെ എനർജി ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ പെർമിഷൻ പോകുന്നത്. ഇങ്ങനെ പെർമിഷൻ കൊടുത്ത് ഈ സോൾ പ്രസൻസുകൾ വരുന്ന ആളുകൾ, ചിലപ്പോൾ 1 സോളാവാം, 2 സോളാവാം, 3 സോളാവാം, എത്ര സോൾ വേണമെങ്കിലും ആവാം. ഈ സോളുകൾ വന്ന് ഇവരുടെ ഓറയിൽ, ഇവരുടെ എനർജിയിൽ ഇത് ഇങ്ങനെ കണ്ടിന്യൂ നിന്നുകൊണ്ടിരിക്കും. ഈ സോൾ എങ്ങനെയാണോ മരിച്ചത്, ഈ സോളിന്റെ നെഗറ്റീവായ ചിന്തകൾ എന്താണ്, ഇതെല്ലാം നമ്മളിലോട്ട് പതുക്കെ കണക്ട് ആവാൻ തുടങ്ങും. എങ്ങനെയെന്ന് പറഞ്ഞാൽ സോൾ എന്ന് പറയുന്നത് ഒരു എനർജി ഫോർമേഷൻ ആണ്. ഓക്കെ, എനർജി എന്ന് പറയുന്നത് ചിന്തകളാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ എനർജിയാണ് ഡെവലപ്പ് ആവുന്നത്, എനർജിയുടെ വേവുകളാണ് ഡെവലപ്പ് ആവുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനർജിയുടെ വേവുകൾ പുറത്തോട്ട് പോകുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ നിന്നും എനർജി പുറത്തോട്ട് പോകുന്നുണ്ട്, പുറത്തുനിന്ന് എനർജി അകത്തോട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇത് ഓക്കെ ആണല്ലോ ഈ സാധനം. അപ്പം എന്ത് പറ്റും, പുറത്ത് നിൽക്കുന്ന നെഗറ്റീവായ ഒരു എനർജിക്ക് എനർജി ബൂസ്റ്റ് ചെയ്താൽ അത് നമ്മുടെ ബ്രെയിൻ സ്വീകരിക്കില്ലേ? അങ്ങനെ ബ്രെയിൻ അടുത്ത നിമിഷം മുതൽ അത് ആക്ട് ചെയ്യാൻ തുടങ്ങൂലോ. ഇതിനെയാണ് പൊസഷൻ എന്ന് വിളിക്കുന്നത്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.